ഗുഡ് മോർണിംഗ്. വിശപ്പ് സഹിക്കാൻ എനിക്ക് ഒട്ടും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഓട്സ് കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ് ആ കാണുന്നത്. ഇനി കഥയിലേക്ക് വരാം. വീട് വെച്ചപ്പോൾ ചെലവ് ചുരുക്കാനും പെട്ടെന്ന് താമസം മാറണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വീടിന്റെ പ്ലാൻ അപ്പാടെ മാറ്റിയത്. അപ്പോൾ കിച്ചൺ കുഞ്ഞൊരു കിച്ചണായി മാറി. അന്ന് എനിക്ക് അത് തന്നെ ധാരാളം. വീടില്ലാത്തവന് സ്വന്തമായി വീടുണ്ടാക്കാനുള്ള തത്രപ്പാടില് പല അസൗകര്യങ്ങളും അന്ന് പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് സത്യം. നമ്മളെ ആദ്യ വിറകടുപ്പ് പുക നിറഞ്ഞ് കരി പിടിക്കാൻ തുടങ്ങി. അടുപ്പ് കത്താതെ ഒടുക്കാൻ അടുപ്പ് സിമന്റ് ഇട്ടങ്ങ് മൂടിയിട്ട ഗ്യാസ് അടുപ്പ് മാത്രം ഉപയോഗിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഗ്യാസ് തീരുന്നുള്ള പേടിയിൽ ഇഷ്ടമുള്ള പല വിഭവങ്ങളും ഉണ്ടാക്കാതെ അസൗകര്യമാണെന്ന് മനസ്സിലായിട്ടും സൗകര്യമായി തോന്നിയ പലതും അസൗകര്യമായി തന്നെ അനുഭവിക്കാൻ തുടങ്ങി. കുറേ ബുദ്ധിമുട്ടി. അങ്ങനെയാണ് ഒഴിഞ്ഞു കിടക്കണ മുറ്റം നമ്മുടെ അടുക്കളയെ മാറിയത് കേട്ടോ. ഇവിടെയുള്ള ഒന്ന് രണ്ട് പണികൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഞാനും ഏട്ടനും കൂടിയും പണിതതാണ്. കുറഞ്ഞ ചെലവില് കൂടുതൽ അധ്വാനത്തിൽ ഞങ്ങൾ പണിതെടുത്ത ഞങ്ങളുടെ സ്വർഗം. ചുമരിന് പകരം വീബോർഡും വാർപ്പിന് പകരം ഷീറ്റും പിന്നെ ടൈലും ഷീറ്റിന് കെട്ടാൻ ഉപയോഗിച്ച കമ്പികളും എല്ലാം സെക്കൻഡ് ഹാൻഡ് ആണ്. അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയൊരു അടുക്കള. ഇന്ന് എനിക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം, എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. കടലക്കറിയാണ് ഞാൻ ഉണ്ടാക്കിയതെങ്കിലും തലേന്നത്തെ ചിക്കൻ കറി കൂട്ടിയിട്ടാട്ടോ ഞാൻ കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബായ്.